അത് പണിതായിരുന്നു. നമ്മൾ ഇത് തല്ലി ജോലിയാക്കിയിട്ട് നമ്മളിപ്പോ ഈ ഉണക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം നമ്മൾ ഈ ചൂളയിൽ അടുക്കും. നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഒരു 3-4 ദിവസം നമ്മൾ വളരെ നിസ്സാരം എന്ന് കരുതുന്ന കളിമണ്ണ് കൊണ്ട് എത്ര മനോഹരമായ സാധനങ്ങൾ എവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അറിയാം. നമുക്ക് അതിന്റെ എല്ലാ പ്രോസസ്സിങ്ങും നമുക്ക് ഇന്ന് കാണാം. ഞാനും ശരിക്കും അത്ഭുതപ്പെട്ടു കേട്ടോ. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് നമ്മുടെ കോട്ടയത്ത് കട്ടച്ചിറയിലാണ് ഈ ഒരു കളിമൺ വ്യവസായം നടക്കുന്നത്. ഞാനിവിടെ അടുത്താണ് വീടെങ്കിലും ഞാൻ ഇന്ന് വരെ ഇവിടെ ഇതിനകത്ത് കയറാനായിട്ട് ഒരു അവസരം ലഭിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നമുക്ക് ആ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. കളിമണ്ണെന്ന് പറയും. നമ്മുടെ വയലിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മണ്ണാണ്. അപ്പോൾ ആ മണ്ണ് നമ്മൾ വയലിൽ നിന്ന് കുഴിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ആ മണ്ണിനകത്ത് മണ്ണിന് നല്ല പശയാണ്. അപ്പം ഈ പാത്രത്തിന് ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് മണൽ ആഡ് ചെയ്യും. പണ്ട് കാലത്ത് മണലായിരുന്നു, ഇപ്പം മണൽ നമുക്ക് കിട്ടാനില്ല. കാരണം എംസാൻഡ് അല്ല പീസാൻഡ് ആഡ് ചെയ്തിട്ട് അത് നമ്മുടെ മെഷീനിലിട്ട് അരച്ച് കൊണ്ടിട്ടേക്കുന്നതാണ് ഈ മണ്ണ്. അപ്പോൾ ഈ മണ്ണ് ഉപയോഗിച്ച് നമുക്ക് എല്ലാ പാത്രങ്ങളും ഉണ്ടാക്കാം. ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പൂജയാണ്. ഇനിയിപ്പം നമുക്ക് ചൂടുള്ള സമയമാണ് വരുന്നത്. അന്നേരം വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജയാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കൂജ അവർ ഇപ്പം ചെളിയാണ് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഉണങ്ങി നല്ല ഉണക്കമായി കഴിഞ്ഞ് നമ്മൾ ചൂളയെ വെച്ച് വേവിച്ചെടുക്കും. നമ്മൾ കൂജ ഉണ്ടാക്കി ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂജയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഫിൽറ്റർ നമ്മൾ ടാപ്പ് പിടിപ്പിച്ചിട്ട് വെള്ളം വയ്ക്കാൻ സ്റ്റോർ ചെയ്ത് വെച്ച് വേനൽക്കാലത്ത് കുടിക്കുന്നതിനുള്ള ഫിൽറ്ററാണിത്. ഇതിപ്പം ചെളി ആയിട്ടുണ്ടാക്കി വെച്ചത് ഇത് ഒരുവിധം ഉണങ്ങിക്കഴിഞ്ഞു. ഇനി ഇത് ചൂള വയ്ക്കാൻ പരുവായി. ഒരു 3-4 ദിവസം കൊണ്ട് ഉണങ്ങും. പിന്നെ അത് നമ്മൾ ചൂള വെച്ച് വേവിച്ചാലേ ഉള്ളൂ അത് പൂർണ്ണ രൂപത്തിലോട്ടാകത്തുള്ളൂ. അതുപോലെ നമ്മൾ ആ മെഷീനിൽ വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ. ഇതിപ്പോൾ 2 ദിവസമായുള്ളൂ. ഇതിപ്പോൾ ചെളിയാണ്. ഇതിനി ഒരു മീഡിയം ഉണക്കാവുമ്പോൾ അതേപോലെ ഈ ചേച്ചി കാണിക്കുന്ന പോലെ ഇത് തല്ലി വലുതാക്കും. അപ്പോൾ അത്രയുള്ള സാധനം ഇതിപ്പോൾ ആദ്യം ഒന്ന് തല്ലി വെച്ചിരിക്കുക. ഇത് ഒരു പ്രാവശ്യമോടെ തല്ലുമ്പോഴാണ് ഇതിൻ്റെ വർക്ക് പൂർണ്ണമാവുന്നുള്ളൂ. അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രം ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ ഈ പാത്രത്തിൻ്റെ പണി തീർന്നു. ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞ് ചൂള വെച്ച് വേവിക്കും. പിന്നെ ഇതേപോലെ തന്നെയാണ് മാട്ടം, കള്ളി എത്തുന്ന മാട്ടം കാര്യങ്ങളൊക്കെ നമുക്ക് ഇരിപ്പുണ്ട്. അതല്ല ഇതിൻ്റെ പ്രവർത്തനം ഇത് തന്നെയാണ്. ഇട്ടുണ്ട് കൂജ. ഇപ്പോൾ വലിയ കൂജ കൊണ്ടുപോയി ഇങ്ങനെ മറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. 2 ലിറ്റർ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് മറിക്കാം. ഇതെല്ലാം വെള്ളം കുടിക്കാനുള്ള സംവിധാനമാണ്. ഇതെല്ലാം ചൂള വയ്ക്കാൻ പരുവായിരിക്കുന്ന പാത്രങ്ങളാണ്. ചൂളയിൽ വേവിക്കാൻ പരുവായി ഉണങ്ങിയിരിക്കുന്ന പാത്രങ്ങളാണ് ഇത്. പിന്നെ ഇതിൻ്റെ വേറൊരു ചെടിച്ചട്ടിയുടെ ഒരു ഭാഗമാണ് ബോൺസായി ചട്ടി എന്ന് പറയും. ഈ സംഭവം മുരടിപ്പിച്ച് വളർത്താനായിട്ടുള്ള ചട്ടി. പിന്നെ ഓർക്കിഡ്, ഇതെല്ലാം ചെടിച്ചട്ടികളാണ്. ഫ്ലവർ വേസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക്. ഇത് ഇപ്പം നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ ഒരു ചെറിയൊരു കലശക്കുടം എന്ന് പറയും, ബിരിയാണിക്കലെന്നൊക്കെ പറയും. ഇത് നമ്മൾ ഉണ്ടാക്കി അത് ഉണക്കി ചൂള വെച്ച് വേവിച്ച് വെച്ചേക്കുന്നത്. വേവിച്ച് വയ്ക്കുമ്പോൾ ഈ ചുവന്ന കളർ വരും. ഇനി ഇത് ഒന്നും ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഈ ഫിൽറ്ററിൻ്റെ അടപ്പാണേ. പിന്നെ ചൂളയുടെ വർക്കാണ്, പാത്രം വേവിക്കുന്ന രീതി. നമ്മളിപ്പോൾ ഈ ഉണക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം നമ്മൾ ഈ ചൂളയിൽ അടുക്കും. എയറായിട്ട് അടുക്കി ഇതിൻ്റെ മേള് വരെ പാത്രം അടുക്കും. അപ്പോൾ അടുക്കി കഴിഞ്ഞ് ഇതിൻ്റെ മേളിൽ നമ്മൾ കവർ ചെയ്യും. ആദ്യമേ ഓട് വെച്ചിട്ട് ചെളി കൊണ്ട് മെഴുകി ഇത് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം ഈ ചൂളയ്ക്ക് 4 അടുപ്പുണ്ട്. ഇത് പണ്ട് പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒരു രീതി. എന്താണ് ഇലക്ട്രിക് ചൂളയൊക്കെ നമ്മുടെ ഇവിടെ അത് പരമ്പരാഗതമായിട്ടുള്ള രീതിയിലാണ് പോണത്. അപ്പൊ ഇതിനകത്തെല്ലാം പാത്രം ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മളുണ്ടല്ലോ ഇതിന്റെ ഭാഗത്ത് കുറച്ച് വിറക് വെച്ചിട്ട് ചെറുതായിട്ട് കത്തിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന പുകയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ കത്തിക്കൊണ്ടിരിക്കുക ചെറുതായി. അപ്പം 4 അടുപ്പേന്ന് ഈ
ചൂട് ചെയ്യുന്നത്. ഇതിനകത്തിരിക്കുന്ന പാത്രം നമ്മൾ കവർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിനകത്ത് ചൂട് വരും. ഈ പാത്രം വേർത്ത് കഴിഞ്ഞ് പിന്നെ അത് ഡ്രൈ ആണ്. ചൂട് അതേ മോഷൻ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഡ്രൈ ആയി പാത്രം എല്ലാം ശരി ഉണങ്ങി കഴിയുമ്പോൾ ഇതിന് വേണ്ടി നമ്മള് കച്ചിയിട്ട് മെഴുകിയേക്കും. കച്ചിക്ക് തീ പിടിക്കും. അപ്പൊ ഒരു 48 മണിക്കൂർ കഴിയുമ്പോൾ മെഴുകി വെച്ചേക്കുന്ന അടിയിലെ കച്ചി കത്തി കഴിഞ്ഞ് 1 മണിക്കൂറോട് നമ്മൾ ചെറുതായിട്ട് കത്തിക്കും. അതിനുശേഷം ഈ അടുപ്പ് നിറച്ച് വിറക് വെച്ച് കത്തിക്കും. നിറച്ച് വിറക് വയ്ക്കാന്ന് പറഞ്ഞാൽ ഈ ഉള്ളിലോട്ടല്ല, അതൊക്കെ ഈ അടുപ്പ് ഫുള്ള് ചെയ്ത് വയ്ക്കും. ഫുള്ളായിട്ട് വിറക് വെച്ചിട്ട് കത്തും. അങ്ങനെ ഒരു 3-4 മണിക്കൂർ. അപ്പോ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ഓവിൽ നിറച്ച് ഇതിന് ചുറ്റും ഓവുകളുണ്ട്. അപ്പൊ ഈ ഓവിലൂടെ നമ്മൾ നോക്കും ഇതിനകത്തിരിക്കുന്ന പാത്രം ചുമന്നിരിക്കുവാണെങ്കിൽ നമ്മൾ ഈ ഓവ് അങ്ങ് അടച്ചു ഇതുപോലെ ഇഷ്ടിക വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെക്കും. അങ്ങനെ ഇതിനകത്ത് ചുറ്റുമുള്ള എല്ലാ ഓവുകളും അങ്ങനെ ചുമന്ന് വന്നു കഴിയും. ചുമക്കുന്ന അനുസരിച്ച് ഇങ്ങനെ അടയ്ക്കും. എല്ലാ ഓവും അടച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ ഫയറിങ് നിർത്തിയിട്ട് ഇതിനകത്തുള്ള കനലുകൾ നിരത്തിയിടും. പിന്നെ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ റിലീസ് ചെയ്യും. അത് തുറന്ന് നമ്മൾ പാത്രം എടുത്ത് കഴിയുമ്പോൾ എല്ലാം ചുമന്ന കളറിൽ വെന്തിരിക്കും. അതിനകത്ത് ഡാമേജുകളൊക്കെ സംഭവിക്കാം. തീ കൂടിയാൽ പൊട്ടിപ്പോകും, കുറഞ്ഞാൽ വേകുകയല്ല. ഈ ക്ഷേത്രങ്ങളിലെല്ലാം എണ്ണ കൊടുക്കാം, നെയ്യ് ഇതൊക്കെ കൊടുക്കാൻ. തൈര് കുളം വേറെ ഉണ്ട്. എല്ലാ ഐറ്റവും നമ്മൾ ചെയ്യും. കട്ടത്തറ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഈ കളിമൺ പാത്രം കൊണ്ടുതൊഴിലായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർത്തിയ ഒരു പ്രദേശമാണ് കട്ടത്തറ. അപ്പം ഈ ആളുകളുടെ, അതായത് ഈ മൺപാത്ര നിർമ്മാണം കൊണ്ടുതൊഴിലുള്ള ആളുകളുടെ ഒരു ഉപജീവന മാർഗമാണ് മൺപാത്രം. അപ്പൊ ഈ മൺപാത്രം വന്ന് എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നുണ്ട്. ഈ കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് നല്ല രീതിയിൽ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് 1960 സമയത്ത് ഈ ഗ്രാമീണ തൊഴിലിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഖാദിയാണ് അതിന് ആദ്യം മുമ്പോട്ട് വന്നതെന്നാണ് എൻ്റെ അറിവ്. അപ്പൊ അതിന് പ്രകാരം ഈ മൺപാത്ര നിർമ്മാണം കൊണ്ടുള്ള ആളുകളുടെ ആ തൊഴിലിനെ സംരക്ഷിക്കുന്നതിന്, അവർക്ക് നല്ല വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് അവർക്ക് കിട്ടുന്ന രീതിയിലിട്ടാക്കുന്നതിന് വേണ്ടി അന്ന് ചെയ്ത ഒരു സംവിധാനമാണ് കോർപ്പറേറ്റ് സൊസൈറ്റി. ഖാദിയുടെ കീഴിലാണ് വന്നത്. അപ്പം ഈ വീടുകളിൽ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ സൊസൈറ്റി ശേഖരിച്ചിട്ട് അത് വിറ്റഴിച്ച് ചെറിയ ലാഭം സൊസൈറ്റി എടുത്തുകൊണ്ട് ഒരു ഇടനിലക്കാരൻ എന്നുള്ള രീതിയിൽ സൊസൈറ്റി പ്രവർത്തിച്ചു. അത് 1960 സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പം 65 വർഷമായി. അപ്പൊ അന്നത്തെ കാലത്ത് ഈ തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും അവരുടെ മക്കള്, അന്നുണ്ടായിരുന്ന തലമുറയുടെ മക്കളെ എല്ലാം ഈ തൊഴിൽ പഠിപ്പിച്ചില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ നാട്ടില് ഈ തൊഴിൽ ചെയ്യുന്ന ആളുകൾ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സാഹചര്യം അനുസരിച്ച് മക്കളെ കൂടുതൽ വിദ്യാഭ്യാസം കൊടുത്തു പല മേഖലയിലോട്ടൊക്കെ മാറിപ്പോയി. എന്നാലും കുറെ ആളുകൾ ഇപ്പം തിരിച്ചു വന്ന് ഇത് പഠിച്ച് തൊഴിൽ ചെയ്യുന്നു. ഇപ്പം നമ്മുടെ കട്ടത്തറയെ സംബന്ധിച്ച് സൊസൈറ്റിയാണ് മെയിനായിട്ട് നിൽക്കുന്നത്. ഇതാട്ടോ ഇവരെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ. ഞങ്ങളുടെ കൊച്ചു നാട്ടിലെ ഈ സംരംഭം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.